ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഷെഫ് ആൻഡ് നെയിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പം മോർണിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പ്ലാൻ ചെയ്തു പുറത്തേക്ക് പോവാന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടു സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. നമ്മൾ എപ്പോഴും സാധനം വാങ്ങുന്ന ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാന്ന് കരുതി അങ്ങനെ ടാക്സിയിൽ കയറി പോവാ കേട്ടോ. എന്തായാലും സാധനം വാങ്ങാൻ പോവാ. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് നടക്കാന്ന് കരുതി. അപ്പൊ ഇവിടെ കോർണിഷ് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. പാർക്ക് മാത്രമല്ല, അവിടെ എല്ലാവരും ഈവനിങ്ങിൽ വന്നിരിക്കും, നമ്മളെ ഒന്ന് റിലാക്സ് ആവാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പൊ കോർണിഷിൽ ഇറങ്ങി നമ്മൾ ചുമ്മാ അവിടെ നടന്നു. ഇവിടുത്തെ റാസൽ കൈമേലെ ചൂട് കാറ്റാട്ടോ, കാറ്റൊക്കെ കൊണ്ടു. പിന്നെ പാർക്കിൽ അവിടെ കുട്ടികളെ മാത്രമേ അലൗഡ് ചെയ്യൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ ബെഞ്ചിലിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇങ്ങനെ ഇരിക്കുവാണ്. അധികം നേരം കാര്യം പറഞ്ഞിരിക്കുന്ന സമയമില്ല. ഇപ്പം തന്നെ സമയം 10:30 നാളെയും ഡ്യൂട്ടിക്ക് പോകാനുള്ളതായതുകൊണ്ട് നമുക്കിനി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ സണ്ണാസൻ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്നൊരു ക്യാരി ട്രോളി എടുത്തിട്ട് മുന്നോട്ട് പോവാം. സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. പിന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എല്ലാം മറക്കാതെ വാങ്ങണം, ആ ഒരു ഇതേ ഉള്ളൂ. ചില സമയം നമ്മളെല്ലാം ലിസ്റ്റ് എഴുതിയിട്ട് പോയാലും പലതും മറന്നിട്ട് വരും. അപ്പം ഞങ്ങൾ ആദ്യം പോയി നോക്കുന്നത് പേസ്റ്റ്, ഷാംപൂ, ഡിറ്റർജന്റ് അങ്ങനെയുള്ള സെക്ഷനിലേക്കാണ് പോയേട്ടോ. അപ്പം കോൾഗേറ്റ് പേസ്റ്റിന് നമുക്ക് ഓഫറിൽ 4 പീസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കോൾഗേറ്റ് പേസ്റ്റ് എടുത്തു, അത്യാവശ്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ നമുക്ക് ഇവിടെ ഡൗണിയുടെ ഒരു കംഫോർട്ട് കണ്ടു. ഡൗണിയുടെയും പിന്നെ വേറൊരു പിങ്ക് കളറിലെയും കണ്ടു. പക്ഷെ നമ്മൾ ഡൗണിയുടെ കംഫോർട്ട് എടുത്ത് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല, സ്മെൽ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ അതെടുത്തു. പിന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ട് എനിക്ക് പൗഡർ വേണമായിരുന്നു. ഇപ്പോൾ പൗഡർ എടുക്കാമെന്ന് കരുതി ഇപ്പം ഈ ബേബി സെക്ഷനിൽ ആദ്യം കയറിയത്. ബേബി പൗഡർ തന്നെ എടുത്തേക്കാന്ന് കരുതി. അവിടെ ഓഫറിലുള്ളത് ജോൺസൺസിൻ്റെ പൗഡറായിരുന്നു. അത് മാത്രമേ കുറച്ച് റേറ്റ് കുറഞ്ഞതായിട്ടുള്ളൂ. അപ്പം ഞാൻ അതാണ് എടുത്തത്, ജോൺസൺസ് ബേബിയുടെ പൗഡർ. ഇപ്പം ആരും ഈ ബ്രാൻഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇക്കായ്ക്ക് ഒരു റോള് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ റോളറിൻ്റെ ഫാനുള്ളൊരു ഇതെടുത്തേ. അപ്പോൾ അത് 2 എടുത്തു കേട്ടോ. ഓഫറിലുള്ള റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയ റവയും മാവും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. ഇപ്പം റാഗിപ്പൊടിയും വേണമായിരുന്നു, റവയും വേണമായിരുന്നു, ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഉപ്പും റാഗിയും റവയും അവിടെ നിന്ന് എടുത്തു. പിന്നെ ഫേസ് വാഷ് നോക്കുമായിരുന്നു. ഫേസ് വാഷിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ ഹിമാലയയുടെ മാത്രമേ നമുക്ക് അറിയാവുന്ന ബ്രാൻഡുള്ളൂ. അപ്പോൾ ഹിമാലയ എടുത്തില്ല, വേറെ നാച്ചുറൽസ് എന്ന് പറഞ്ഞൊരു ഫേസ് വാഷ് എടുത്തു. അപ്പോൾ എല്ലാം ഞാൻ എന്നിട്ടും പിന്നെ നോക്കുവാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ലാസ്റ്റ് നേച്ചേഴ്സ് ഫ്ലവർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഫേസ് വാഷ് തന്നെ എടുത്തു. എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ നോക്കിയത് ക്രീമൊക്കെ ആട്ടോ. ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം, ഫെയർനെസ് ക്രീം എല്ലാ ടൈപ്പും ഉണ്ട്. ഇപ്പം എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടത് അബദ്ധമായി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഏതേലും എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫെയ്ഡ് ഔട്ടിൻ്റെ ക്രീമാണ് അവിടെ ഉള്ളത്. നമുക്ക് അറിയാവുന്നത് ഫെയ്ഡ് ഔട്ടിൻ്റെ ക്രീമാണ് ഉള്ളത്, പരിചയമുള്ള. അപ്പോൾ അത് എടുത്തു. ഫെയ്ഡ് ഔട്ടിൻ്റെ ഒരു വൈറ്റമിൻ സി സെറം ബേസ്ഡ് വരുന്ന ഒരെണ്ണം എടുത്തു. പിന്നെ ഒരു സ്ക്രബ് വേണമായിരുന്നു, ചാർക്കോളിൻ്റെ സ്ക്രബ് എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് മുഖത്ത് 2 പേർക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെയാണ്, അങ്ങനെ എടുത്തുക. പിന്നെ സ്പ്രേയുടെ സെക്ഷൻ കണ്ട്. സ്പ്രേയുടെ ഓഫറുണ്ട്. ഷൂവിൻ്റെ ഷേപ്പിലുള്ള സ്പ്രേ ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഷൂവിൻ്റെ ഷേപ്പിലുള്ള സ്പ്രേ ഞങ്ങൾ എടുത്തില്ല. ഇവിടെ 6-7 ദിർഹംസ് വരുന്ന സ്പ്രേ എടുത്തേ. പിന്നെ തന്നെ അവിടെ അടുത്തൊരു എയർ ഫ്രഷ്നറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. എയർ ഫ്രഷ്നർ വേണമായിരുന്നു വീട്ടിലത്തേക്ക്, അതും വാങ്ങിച്ചു. പിന്നെ ഞാൻ വന്നത് ഇപ്പോഴല്ലേ, അതുകൊണ്ട് അവിടെ വീട്ടിൽ ചീനിച്ചട്ടിയും സാധനങ്ങളും ഒക്കെ കുറവായിരുന്നു. അപ്പം ഞാൻ എന്നും പരാതി പറയും, ചീനിച്ചട്ടിയും പാത്രങ്ങളൊന്നും ഇല്ലാന്ന് തോരൻ വെക്കാനൊക്കെ. അങ്ങനെ ഓഫറിൽ 3 പീസ് നമുക്ക് വരുന്നുണ്ട്. ബിരിയാണി വെക്കുന്ന പോലത്തെ ഒരു പാത്രം, ചീനിച്ചട്ടിയും, പിന്നെ ആ ചീനിച്ചട്ടിയുടെ ഇച്ചിരി കൂടെ വലിയ സൈസ് വരുന്നത്, നമുക്ക് മുട്ട പൊരിക്കാൻ പറ്റിയതും ഉണ്ട്. അപ്പോൾ അത് 3ഉം കൂടെ നമ്മളെടുത്തു. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം വരുന്ന സെക്ഷൻ. നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഇങ്ങനെ കണ്ട് നോക്കി പോവാൻ നല്ല രസമായതുകൊണ്ട് നമ്മൾ അവിടെ കയറി ഇങ്ങനെ നോക്കി പോവാണ്. അപ്പോഴാ ഓർത്തെ ഒരു ചോറ്റുപാത്രം വേണമല്ലോ, സ്റ്റീലിൻ്റെ പാത്രം വേണം മിക്കായ്ക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന് ആലോചിച്ചു. അപ്പോൾ സ്റ്റീലിൻ്റെ നമ്മൾ അവിടെ കണ്ടില്ല. എനിക്ക് വാങ്ങാൻ പോയപ്പോഴും വലിയ സൈസായിരുന്നു ഉള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റീലിൻ്റെ സെക്ഷനിൽ പോയി നോക്കിയപ്പോൾ ഒരു മീഡിയം സൈസുള്ള പാത്രം കിട്ടി. എനിക്കാണെങ്കിൽ അത്രയും വലിയത് ഇഷ്ടമല്ല, എനിക്ക് ചെറിയ പാത്രം ഇഷ്ടം. പിന്നെ ഇക്കായ്ക്ക് ഇത് മതി എന്ന് പറഞ്ഞു, നമ്മൾ അത് തന്നെ എടുത്തു കേട്ടോ. പിന്നെ ഒരു ചട്ടുകം കണ്ടപ്പോൾ അത് വേണം, ചട്ടുകം എടുത്തു. പിന്നെ തോരൻ ചോപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആ ചോപ്പർ ഇല്ലായിരുന്നു, ചോപ്പർ ഒരെണ്ണം എടുത്തു. ഞാൻ തോരൻ അല്ലാതെ കട്ട് ചെയ്താണ് എടുത്തോണ്ടിരുന്നത്, അതെടുത്തു. പിന്നെ
മുന്നോട്ട് പിന്നെയും നടന്ന് നമ്മൾ ഓരോ സാധനങ്ങൾ എങ്ങനെ നോക്കി നോക്കി പോവാണ്ട് ഇവിടെ ABCD ഷേപ്പ് എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് കേക്കിന്റെയും അങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇല്ല. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി, നമുക്ക് വേണ്ടെങ്കിലും നോക്കണമല്ലോ. പിന്നെ ചെയർ വീട്ടിലത്തേക്ക് വാങ്ങിച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഈ കുറെ ഇത് എങ്ങനെ കൊണ്ടുപോവാനാ, പിന്നെ എവിടെയെങ്കിലും വാങ്ങാം, വേണ്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇവിടെ നമ്മൾ ദോശ ചുടുമ്പോൾ അത് കല്ലി എണ്ണ തേക്കുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ, അത് നോക്കി. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ആണ്, അത്ര നല്ലതല്ല. പിന്നെ ഞാൻ കരുതി ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് അതിന്റെ മണ്ടയിൽ തേച്ച് കൊടുക്കാമല്ലോ, അങ്ങനെ അത് കരുതിയിട്ട് എടുത്തതാണ്. അല്ല നമ്മൾ ഡയറക്റ്റ് തേക്കുന്നത് നല്ലതല്ല. അപ്പൊ ഞാൻ ഇതൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഇവിടെ ഒരാൾ സെൽഫി എടുക്കുവാണ്. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ടവലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കരുതുവാണ്, ഈ തട പിടിക്കാനായിട്ട് തുണിയില്ല. നമ്മൾ പഴയ ടീഷർട്ടൊക്കെയാണ് എടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറ പിടിക്കുമ്പോഴത്തേക്ക് എടുത്ത് കളയും. അപ്പൊ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുന്ന തുണി ഉണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. അങ്ങനെ തേടി പിടിച്ച സാധനം കിട്ടി. 6 സെറ്റ് വരുന്നതാണ്, 6 പീസ് വരുന്നത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഒരു സെറ്റിൽ 6 പീസ് വരുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ വേറെ നോക്കുവാണ് കളർ ഉണ്ടോ എന്നൊക്കെ. എല്ലാം ലൈറ്റ് കളേഴ്സാണ് ഉള്ളത്. പിന്നെ ഒറ്റ കളർ വരുന്നുണ്ട് ഡാർക്ക്. പക്ഷെ ലൈറ്റ് കളേഴ്സിന്റെ 6 പീസ് വരുന്നത് എടുത്തു. ഇവിടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിന്റെ ഒക്കെ സെക്ഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ചെടിച്ചട്ടി, പൂക്കള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ബ്യൂട്ടി സെക്ഷന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇക്ക പറയാണ് പിന്നെ നിന്റെ സാമ്രാജ്യം എത്തിയെന്ന്. പക്ഷെ നമ്മുടെ സാമ്രാജ്യത്തിന് ഒന്ന് കയറി നോക്കണമല്ലോ. അങ്ങനെ എല്ലാം നോക്കുവാണ്. എന്തേലും വാങ്ങാൻ പറ്റിയതുകൊണ്ടേ വാങ്ങാമെന്ന് കരുതി. പിന്നെ അത്യാവശ്യമായിട്ട് അങ്ങനെ ഒന്നും വേണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലിപ്സ്റ്റിക്ക് കണ്ടു. ലിപ്സ്റ്റിക്ക് ഓഫർ ഉള്ളതുകൊണ്ട് നോക്കി. എനിക്കാണ് ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ചേരുന്നത്. എൻ്റെ ലിപ്സും കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കണ്ടു. അപ്പൊ അത് എടുത്തു കേട്ടോ. ആ ലിപ്സ്റ്റിക്കാണ് എടുത്തത്. വേറെ ഒന്നും ഞാൻ ഇവിടെ നിന്ന് എടുത്തില്ല. പിന്നെ നമ്മൾ ഓയിൽ സെക്ഷനിലേക്ക് പോയി. ഓയിൽ വേണമായിരുന്നു വീട്ടിലത്തേക്ക്. കുക്കിംഗ് ഓയിലൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്. അപ്പോൾ ഒലിവ് ഓയിൽ നോക്കുമായിരുന്നു. ഒലിവ് ഓയിലിൽ തന്നെ പല ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു കോൾഡ് കംപ്രസ്ഡ് ആയിട്ടുള്ള ഓയിൽ എടുത്തു. പിന്നെ അച്ചാർ കണ്ടപ്പോൾ അച്ചാർ വേണം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ എല്ലാം തിന്ന് തീർത്തു. പിന്നെ അപ്പോൾ വെളുത്തുള്ളി അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ വെളുത്തുള്ളി അച്ചാർ എടുത്തു. പിന്നെ പെട്ടെന്നാണ് നമുക്ക് ഒരു സങ്കടമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്ന ഫോണിൽ ചാർജ് തീർന്നു. കുറച്ച് ചാർജ് ഇല്ലെങ്കിലും സാരമില്ലായിരുന്നു, ഫോൺ ഓഫ് ആയിപ്പോയി. അത്രയും ചാർജ് കുറവായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങി വന്നതാണ്. ഞാൻ ഫോൺ കുത്തിയിടുന്ന ശീലവേ എനിക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാം വേറൊരു ഫോണിലെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. എല്ലാവരും അതിന് നമ്മളോട് ക്ഷമിക്കണം. ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ ബില്ലിങ്ങിൽ വന്ന് എല്ലാ സാധനവും എടുത്ത് വെക്കുവാണ്. വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത ഇല്ലാതായി പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ നമുക്കിനി നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ ഉള്ള വീഡിയോ എടുക്കുക. ഇനി അടുത്ത വട്ടം റെഡിയാക്കാമെന്ന് ഉള്ളൊരിതിൽ നമ്മളിനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കുട്ടി പർച്ചേസിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.